തൃശൂർ അകമലയിൽ ഒറ്റയാൻ ഇറങ്ങി. വാഴക്കൊമ്പൻ എന്ന ഒറ്റയാനാണ് മേഖലയിൽ ഭീതി പടർത്തുന്നത്. റെയിൽവേ ട്രാക്കിലും ആനയുടെ സാന്നിധ്യം പതിവായതോടെ കാട് കയറ്റണമെന്ന് റെയിൽവേ വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സൂരജ് സജ്ജുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്ന തൃശൂർ ഷൊർണൂർ പാതയിലാണ്. കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങളിൽ കണ്ട കാട്ടുകൊമ്പനായിട്ടുള്ള വാഴക്കൊമ്പൻ ഇറങ്ങിയത്. വലിയ ആശങ്കയാണ് ഈ മേഖലയിലുള്ളത് എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു വീടിന് മുന്നിൽ നിന്ന് ഗ്രഹനാഥന് നേരെ ഈ കാട്ടാന പാഞ്ഞെടുക്കുകയും പിന്നീട് വീടിനകത്തേക്ക് കയറി ആ ഗ്രഹനാഥൻ രക്ഷപ്പെടുകയും ചെയ്ത്. ആ ഗ്രഹനാഥൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ചേട്ടാ? രാത്രി 2 മണിക്ക് സൗണ്ട് കേട്ടു, നായ കുരയ്ക്കുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു പ്ലാവിൻ്റെ ചുവട്ടുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ ഉടനടി ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ മുഖത്തേക്കാണ് ടോർച്ച് അടിച്ചത്. ആന ചീറ്റിട്ട് ചിഹ്നം വിളിച്ചിട്ട് നേർക്ക് വന്നു പറഞ്ഞാൽ ഞാൻ മതിലെടുത്ത് വെച്ച് ചാടി വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോറസ്റ്റിനെ വിവരം അറിയിച്ചു. ഫോറസ്റ്റ് വന്നിട്ടാണ് എല്ലാവരും കൂടിയിട്ട് ആട്ടി കാലത്തൊരു 7 മണിയോട് കൂടിയിട്ടാണ് കാട്ടിലേക്ക് ഉൾവനത്തിലേക്ക് കയറ്റാൻ സാധിച്ചത്. തുടർച്ചയായി മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. വ്യാപകമായിട്ട് കൃഷിനാശം അടക്കമുണ്ടല്ലേ? ഒരു 15 ദിവസമായിട്ട് നിരന്തരം രാത്രി പകലും നമ്മളെ പറമ്പിലുണ്ട് ആനകൾ. കണ്ടമാനം കൃഷി, തെങ്ങുകളായാലും തെങ്ങ് ഒരു 100-125 തെങ്ങുകൾ, അതേപോലെ തന്നെ വാഴ, പന, കവുങ്ങ് കണ്ടമാനം നാശപ്പെടുത്തിയിട്ടുണ്ട്. ആന ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിഞ്ഞൊക്കെയാണ്. ഇനി അവിടുന്ന് ആട്ടി വിടുമ്പോൾ തിരിച്ച് ആന ഇങ്ങോട്ട് തന്നെ വരും. അതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അകമല ഭാഗത്താണ്. അകമല ഭാഗത്തായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഈ കാട്ടാന ഉണ്ടായിരുന്നത്. പക്ഷേ കാട്ടാന ഇപ്പോൾ ഇന്നലെ, അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വാഴക്കോട് ഭാഗത്ത് കാട്ടാന നിലയുറപ്പിച്ചതാണ്. ഇന്നലെ വാഴക്കോട് ഭാഗത്തേക്ക് ആന പോവുകയും പിന്നീട് വിവരങ്ങൾ നൽകി.